കേരളത്തിലെ തങ്ങന്മാർക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, സമസ്തക്കെതിരെ, പ്രത്യേകിച്ച് പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ നിരന്തരം കുപ്രചാരണം നടത്തിയത് ആരാണ്? മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് ജീവിച്ചിരിക്കുന്ന മുജാഹിദ് മൗലവിയല്ലേ? എന്താ പറഞ്ഞത്? പാണക്കാട്ടെ തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല, അല്ലാഹുവിന്റെ റസൂലുമായി ആദർശ ബന്ധമില്ല, അവർ തങ്ങന്മാരല്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ല. തറവാടിനെ ചോദ്യം ചെയ്ത് പാണക്കാട്ടെ സാദാത്തുക്കളെ മുജാഹിദ് ബാലുശ്ശേരി ഇത്ര അപകടകരമായ രൂപത്തിൽ നിന്ദിച്ചപ്പോ ആരാ പ്രതികരിക്കാനുണ്ടായിരുന്നത്? SKSF-ന്റെ ഇസ്തിഖാമയുടെ മക്കളുണ്ടായിരുന്നു, സുന്നി പ്രഭാഷകരുണ്ടായിരുന്നു. പാണക്കാട്ടെ തങ്ങന്മാരുടെ ആളുകൾ എന്ന് പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ പ്രതികരിക്കാൻ, ഒരു പ്രമേയം പാസാക്കാൻ, മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. വഹാബികളെ, നിങ്ങളാണ് പാണക്കാട്ടെ തങ്ങളോട് ചെന്ന് മാപ്പ് ചോദിക്കേണ്ടത്. പാണക്കാട്ടെ തങ്ങളുടെ മുന്നിൽ ആളുകളെ കൊണ്ടുപോയി മാപ്പ് പറയിപ്പിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആളുകളോട് പറയുന്നു. നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ടാ മാപ്പ് പറയിപ്പിക്കേണ്ടത്? ഓ അബ്ദുള്ളയെ കൊണ്ടുപോയി, മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ടുപോയി, സുഹൈർ ചുങ്കത്തറയെ കൊണ്ടുപോയി, KN മുനാരെ കൊണ്ടുപോയി, ജിദ്ദ ഇസ്ലാഹി സെന്ററിന്റെ ആളുകളെ കൊണ്ടുപോയി. പാണക്കാട്ടെ തങ്ങളോട് മാപ്പ് ചോദിപ്പിക്കാൻ നിങ്ങൾക്ക് ആണത്തമുണ്ടോ? അതാണ് ചെയ്യേണ്ടത് യഥാർത്ഥ പാണക്കാട് സ്നേഹമുള്ള ആളുകൾ.